എല്ലാവർക്കും സാറാസ് കൾനറി എസ്കേപ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മത്തിപ്പീരയാണ്. മത്തി അല്ലെങ്കിൽ മത്തിത്തോരൻ. പീരയ്ക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം നമുക്ക്. 4 പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണ്, വലിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 തണ്ട് കറിവേപ്പില, 4 വെളുത്തുള്ളി രണ്ടായിട്ട് കീറിയത്, 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 10-12 പച്ച കുരുമുളക് എടുത്തേക്കുന്നത്. പച്ച കുരുമുളക് ഇല്ലെങ്കിൽ മറ്റേ ഉണക്ക കുരുമുളക് എടുക്കുക. അത് രണ്ടും കൂടെ നന്നായി ചതയ്ക്കണം. ഉലുവയും കുരുമുളകും കൊണ്ട് നന്നായി ചതച്ച് വേണം എടുക്കാൻ. കുടംപുളി ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഉള്ളി ഇട്ടാൽ കേടാകും, എന്നാലും പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉള്ളി ഏറെ ഇട്ടാൽ. 12 എണ്ണം. മഞ്ഞൾ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയത് 2 കപ്പ് ഫുൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യുക. ആ നമ്മൾ തേങ്ങ ഇട്ടു. പച്ചമുളക് ഇപ്പം നമ്മൾ മിക്സ് ചെയ്യുന്നില്ല, അത് നമ്മുടെ കൈ നീറും. അതുകൊണ്ട് പച്ചമുളക് പിന്നീട്. അതിനകത്തുണ്ട് ഉലുവയും കുരുമുളകും കൂടെ ചതച്ചതാണ്. നന്നായി ചതച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കൈക്കും അതിനാണ്. നന്നായി ചതയ്ക്കണം. വെളുത്തുള്ളി, ഇഞ്ചി ഞാൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞേക്കാണ്. ഇഞ്ചി അതിൻ്റെ കൂടെ നമ്മൾ ഉള്ളിയും അരിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്. അതെല്ലാം കൂടി ഇടാം. ഇവിടെ നമുക്ക് കരിയാപ്പില ഇടാം. അതിന് ഇടുന്ന നമ്മൾ മഞ്ഞളാണ്. മഞ്ഞളിടാം. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടില്ല. പച്ചമുളക് നമ്മളിട്ട് ഞെരടിയാൽ നമ്മുടെ കൈ നീറും. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് അമർത്തി ഞെരടണം. അപ്പോൾ ആ ഉള്ളിയും എല്ലാം ഇഞ്ചി എല്ലാത്തിനും ഒന്ന് അതിനോട് ചേരും. നേരത്തെയൊക്കെ നമ്മൾ കല്ലിൽ വെച്ച് അരകല്ലിൽ വെച്ച് ചായച്ചൊക്കെ ആയത് പണ്ടത്തെ കാലത്ത്. ഇന്ന് അതൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. നന്നായി ഞെരടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പച്ചമുളക് കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഞെരടിയാൽ മതി. ഒരുപാട് ഞെരടുമ്പോൾ അവിടെ കൈ നീറും. ജസ്റ്റ് ഒന്ന് ഞെരടുക, അത്ര തന്നെ. ഇനി നമുക്ക് ഈ തേങ്ങാപ്പീരയോട് ചേർത്ത് നമുക്ക് മീനും കൂടെ ഒന്നിച്ച് ചെയ്ത് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ മെല്ലെ മിക്സ് ചെയ്യണം. മീൻ ദിവസമായിട്ട് പതുക്കെ അതിനോട് ചേർത്താൽ മതി. തേങ്ങാപ്പീരയും മീനും കൂടെ ചേരണം, അത്ര തന്നെ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഞാൻ ഇതിനകത്ത് നെകയ്ക്കാണ് ഒഴിച്ചേക്കുന്നത്. അതായത് മീനും പീരയും കൂടെ നെകയ്ക്ക, വെള്ളം മുകളിലോട്ട് വരില്ല, നെകയ്ക്ക. 3 കഷ്ണം പുളി ഞാൻ ചെറിയതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. 1 ഫുൾ ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി അടുപ്പിലേക്ക് നമുക്ക് വെക്കാം. നമ്മൾ അതിൽ വെച്ചിട്ടുണ്ട്. നല്ല ഫുൾ ഫ്ലെയിമിലാണ് നമ്മൾ തീ വെച്ചേക്കുന്നത്. അത് നന്നായി അത് തിളയ്ക്കണം. അത് തിളച്ച് കഴിയുമ്പം കുറച്ച് ഇരുന്ന് തിളയ്ക്കട്ടെ. ഇത് നമുക്കിനി ഒന്ന് തുറന്ന് അത് സൈഡിൽ കൂടെ തുറന്ന് മിക്സ് ചെയ്ത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുത്തി ഇളക്കല്ല, മെല്ലെ ഇളക്കണം. മീൻ ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വറ്റാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ ഫുള്ള് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതൊരു ചെറിയ ടിപ്സാണ്. അപ്പോൾ നമ്മൾ കടുകൊന്നും ഇതിന് വറക്കത്തില്ല. ബസ് ഇത്രൻ്റെ ആവശ്യമേ ഉള്ളൂ.
ആ ഇപ്പോൾ ഇവിടെ നോക്കട്ടെ, ഒരുവിധം വറ്റിയിട്ടുണ്ട്. നമ്മളിത് ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് വെക്കേണ്ട സമയമാണ്. അപ്പോൾ അത് നോക്കണം. അതൊന്ന് ആ തവി കൊണ്ടൊന്ന് അമർത്തി നോക്കുമ്പോൾ വെള്ളം എത്രയുണ്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ആ പരുവാകുമ്പോഴാണ് നമ്മൾ ഉണ്ടോ അത്രേ ഇനി നോക്കുക ഉപ്പുണ്ടോ എന്ന്. കാര്യം പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഉപ്പ് പരുവാണോ എന്ന് നോക്കണം. ഇപ്പോൾ ഇവിടെ ഇച്ചിരി ഉപ്പിൻ്റെ ഇച്ചിരി കുറവ് പോലെ തോന്നി. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇവിടെ ചേർക്കുന്നുണ്ട്. അതിന് നമ്മൾ ഇളക്കുന്നത് തവി കൊണ്ട് ഇളക്കരുത്. ഇതുപോലെ ചട്ടി കൊണ്ട് പിടിച്ച് ഇങ്ങനെ ഒന്ന് കറക്കി ഇളക്കണം. അപ്പോൾ അത് മീൻ ഉടയാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി തീ കുറച്ച് വെച്ചിട്ട് അത് മെല്ലെ വറ്റട്ടെ. ഇവിടെ മീൻ നമ്മുടെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇത് മതിയാവും. അപ്പോൾ നമ്മുടെ മീൻ പീര റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ പച്ച ഉലുവയും പച്ച കുരുമുളകും ചതച്ച് ചേർത്തതിൻ്റെ ഒരു നല്ല പ്രത്യേക ടേസ്റ്റിന് ഇവിടെ ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.